നമസ്കാരം. നമ്മളിന്ന് ഇതുപോലൊരു കസ്റ്റമർ ഡിസ്പ്ലേ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ബോക്സിലാണ് നമ്മുടെ കസ്റ്റമർ ഡിസ്പ്ലേ കിട്ടുന്നത്. നമുക്കിതെങ്ങനെ ഈ രൂപത്തിൽ അസംബിൾ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണത്. വളരെ സിമ്പിളായിട്ട് ഇത് അസംബിൾ ചെയ്യാം. നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ കവറിനകത്ത് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും നമ്മൾ പുറത്തേക്ക് വയ്ക്കാം. ഇതെൻ്റെ ഡിസ്പ്ലേ പാർട്ടാണ്, കണ്ടില്ലേ? ഇതിങ്ങനെ പുറത്ത് വയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ രണ്ട് ഈ സ്റ്റമ്പുണ്ട്. ഇതിന് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കളയാത് വയ്ക്കും. കണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഹൈറ്റ് കൂടിയത് വേണമെങ്കിൽ ഹൈറ്റ് കൂടിയത് ഉപയോഗിക്കാം, അല്ല ഹൈറ്റ് കുറഞ്ഞത് മതിയെങ്കിൽ അത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് സ്റ്റമ്പുണ്ട്. പിന്നെ കുറച്ച് നെട്ടും ബോൾട്ട് വാഷർ പോലത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിൻ്റെ ബേസ്, അതിൻ്റെ ബോട്ടം പോർഷനും ഇവിടെയുണ്ട്. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. ഇതെങ്ങനെ വളരെ സിമ്പിളായിട്ട് അസംബിൾ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇത് ഓപ്പൺ ചെയ്യുക. പിന്നെ ബേസ് സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഈ 4 സ്ക്രൂ. പ്ലസ് ഇതിനകത്തും കുറച്ച് സ്ക്രൂ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റിലെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക. ഇതിന് തുമ്പത്തൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇവിടെ ഒരു അലൻകി പോലത്തെ അതിന് തുമ്പത്ത് സ്ക്രൂ ഡ്രൈവറാണ്, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മളൊരു നോർമൽ സ്ക്രൂ ഡ്രൈവർ എടുത്ത് അഴിക്കുക. അഴിയുന്നില്ല, ഇച്ചിരി ടൈറ്റാണ്. നമുക്ക് ഈ ഒരു അലൻകി ടൈപ്പുള്ള സ്ക്രൂ ഡ്രൈവർ എടുക്കാം. ഇതിങ്ങനെ അഴിക്കുക, പിടിച്ച്. ഇത് അഴിക്കുമ്പോൾ ഒരു ചെറിയ കാര്യം മാത്രം ശ്രദ്ധിച്ചോളുക. വേണമെങ്കിൽ ഇവിടെ ഒരു പെൻസിൽ കൊണ്ട് എന്തെങ്കിലും മാർക്ക് ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ ഇടരുത്, ഈ സൈഡ് ഇങ്ങനെ ഇടുക. കാരണം ഈ സ്ക്രൂ ഇങ്ങനെ ഒരു ഇരിക്കാനായിട്ടൊരു സീറ്റിംഗ് ഉണ്ട് ഇവിടെ. അപ്പോൾ അത് നോക്കി വേണം ഇടാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ അഴിച്ചു വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, ടോപ്പ് പോർഷൻ്റെ ഈ ഒരു കെട്ടൊക്കെ നമുക്ക് അങ്ങോട്ട് അഴിച്ചു വിടാം. അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് രണ്ട് സ്റ്റാൻഡുണ്ട് ഇവിടെ. ഇതിൽ നമുക്ക് പൊക്കം കൂടിയത് വേണോ പൊക്കം കുറഞ്ഞത് വേണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് വേണമെങ്കിൽ പൊക്കം കൂടിയത് തന്നെ വെച്ച് കളയാം, എന്താ പറ്റി. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഗതിയിലേക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷൻ ചുമ്മാ ഇറക്കി വിട്ടേക്കുക, സിമ്പിളായിട്ട്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മുടെ ഈ ടോപ്പിലെ ഡിസ്പ്ലേ പോർഷൻ്റെ ഈ ഒരു കേബിള് ഇതിൻ്റെ അകത്തുകൂടി ഇറക്കി വിടുക. കണ്ടോ? ഇതിൻ്റെ അകത്തുകൂടി ഇങ്ങോട്ട് ഇറക്കി വിട്ടേക്കുക. കണ്ടോ? ഇതിങ്ങനെ വലിച്ചിങ്ങെടുക്കുക. അതിനുശേഷം ഇത് കണ്ടോ? ഇതിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വളരെ സിമ്പിളായിട്ട്. ഇതിങ്ങനെ അകത്തേക്ക് കയറ്റുക. പതിയെ അങ്ങ് ഞെക്കുമ്പോൾ തന്നെ കണ്ടോ ലോക്കായിട്ട് അങ്ങോട്ട് വീഴും. സപ്പോസ് ഇത് ഊരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു സാധനം അവൈലബിൾ ആണ്. ഇതിൻ്റെ മേടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ അവൈലബിൾ ആണ് ഈ ഒരു സംഗതി. ഇതിവിടെ 2 ഹോൾ ചെറുത് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഈ ഹോളിനകത്തേക്ക് ഇവിടെ 2 പിന്നുണ്ട്. ഇത് കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സപ്പോസ് ഇങ്ങനെ അങ്ങ് ഇതിനകത്തോടെ ഇട്ടിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. പതിയെ വലിച്ചാൽ മതി, ഒരുപാട് ബലം പിടിച്ച് വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റായിട്ട് ആ ലോക്കിൽ വീണാൽ മാത്രമേ അത് അഴിഞ്ഞ് വരുള്ളൂ. അതായത് ഇതാണ് അതിൻ്റെ ലോക്ക്. ഉണ്ടോ? ഇങ്ങനെ 2 നമ്മുടെ ഈ പുഷ് ടൈപ്പ് ലോക്ക് ഉണ്ടില്ലേ, ഇത് വിത്തേലാണ് ഇവിടെ ഇങ്ങനെ ഞെങ്ങേണ്ടത്, എങ്കിൽ മാത്രമേ ഇതിങ്ങനെ വലിഞ്ഞു വരുള്ളൂ. ഓക്കെ, ക്ലിയർ? സോ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവനെ മുറുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു സൈഡ് മാത്രമേ കറക്റ്റായിട്ട് അങ്ങോട്ട് ഇറങ്ങുള്ളൂ. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇറങ്ങിപ്പോകത്തില്ല. കണ്ടോ? ഇതിങ്ങനെ നടന്ന് ഓടിക്കളിക്കും. ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് അങ്ങോട്ട് വീണു. അതിനുശേഷം എന്ത് ചെയ്യണം? ഇതിനകത്തൊരു 4 സ്ക്രൂ ഉണ്ട്, 4 കുഞ്ഞു സ്ക്രൂ ഉണ്ട്. അവനെടുക്കുക, അതിൻ്റെ ആ മൂലയിലായിട്ട് ഓരോന്നേ അങ്ങ് ഇട്ടുകൊള്ളുക. കണ്ടോ? വളരെ സിമ്പിളായിട്ട് ഇവനെ വയ്ക്കുക, മുറുക്കുക. ഒരു സ്ക്രൂ എക്സ്ട്രാ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്ന കമ്പനിക്കാരൻ കൂടുതലിട്ടോളോ, അത് ഞാനിടാൻ മറന്നുപോയാണെന്ന് അറിയത്തില്ല. ഇനി ഇവനെ ഇങ്ങനെ ചരിച്ച് വയ്ക്കുക. കണ്ടോ? ഇതിന് ശേഷം ഈ ബേസ് പ്ലേറ്റ് ഇല്ലേ, ബേസ് പ്ലേറ്റ് ഇത് ഇച്ചിരി കനമുണ്ട്. ഇതിന് എന്താണെന്ന് വെച്ചാൽ അത് ബലത്തിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് 2 പുറമുണ്ട്, അത് നിങ്ങൾ നോക്കി തന്നെ ഇടുക. ഈ സ്ക്രൂവിൻ്റെ മറ്റേ ആ ഒരു കർവുള്ള സ്ഥലം പുറത്താക്കി ഇടുക. അപ്പോൾ നിങ്ങൾക്കത് സ്ക്രൂ എല്ലാം അതിനകത്തേക്ക് കൃത്യമായിട്ട് ഇരുന്നോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലാറ്റായിട്ട് വെക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം അഴിച്ചെടുത്ത 4 സ്ക്രൂ ഉണ്ടല്ലോ, ഇതുണ്ട്. ഏറ്റവും ആദ്യം അഴിച്ചെടുത്ത 4 സ്ക്രൂ ഉണ്ട്. ഇവനെ പതിയനങ്ങ് മുറുക്കി കഴിഞ്ഞാൽ സംഗതിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി ഞാനൊന്ന് ലാസ്റ്റ് ഒന്ന് വെച്ചുകൂടി കാണിച്ചു തരാം. അതുവരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. കണ്ടോ? ഇത്രയേ ഉള്ളൂ കസ്റ്റമർ ഡിസ്പ്ലേയുടെ അസംബ്ലി എന്നുള്ള സംഭവം. ഇത്ര നിസ്സാരമാണെന്ന് നോക്കി നോക്ക്, സിമ്പിൾ. പിന്നെ ഈ ഒരു കേബിളിൻ്റെ തുമ്പ് കൊണ്ടുപോയി
നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കുത്താം. പിന്നെ ഈ ഒരു സാധനം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കുക, ഇതും സൂക്ഷിച്ച് വെച്ചേക്കുക. പിന്നെ ഈ സ്പാനർ ഒരെണ്ണം ഉണ്ട്, അത് സൂക്ഷിച്ച് വയ്ക്കുക. സ്ക്രൂ ഡ്രൈവർ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ തുമ്പ് സ്ക്രൂ ഡ്രൈവർ ഓൾറെഡി. സോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കസ്റ്റമർ ഡിസ്പ്ലേ അസംബിൾ ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് സിമ്പിൾ പ്രോസസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ.